നമസ്കാരം. അപ്പോൾ അടുത്ത ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ നേഴ്സിംഗ് കെയർ അസിസ്റ്റന്റ് എന്ന ജോബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ നേഴ്സിംഗ് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ ദുബായിൽ വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് നേഴ്സ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റോട് കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോബ് കിട്ടുമോ ഇല്ലയോ എന്ന് എന്നോട് കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം, അത് കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഒരു GNM നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 3.5 ഇയർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ 3 ഇയർ കോഴ്സ് GNM കോഴ്സ് നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുള്ള നേഴ്സിംഗ്, നാട്ടിലെ നേഴ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ DHAയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് DHAയുടെ ഡേറ്റാ ഫ്ലോ, DHAയുടെ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് അവസാനം ഒരു എലിജിബിലിറ്റി ലെറ്റർ കിട്ടും. അതിനകത്ത് എഴുതിയേക്കുന്ന അസിസ്റ്റന്റ് നേഴ്സ് എന്നായിരിക്കും. അതായത് നിങ്ങൾക്ക് നേഴ്സിൻ്റെ അസിസ്റ്റൻ്റായിട്ട് മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു നേഴ്സ് ചെയ്യുന്ന മെഡിസിൻ കൊടുക്കുക, മെഡിസിൻ ഇഞ്ചക്ഷൻ കൊടുക്കുക, ബ്ലഡ് സാമ്പിൾ എടുക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നേഴ്സിൻ്റെ സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം. ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ സൂപ്പർവിഷനിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വർക്കും ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കാര്യം, മനസ്സിലായല്ലോ? അതാണ് അസിസ്റ്റന്റ് നേഴ്സിൻ്റെ പണി. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓതറൈസേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണെങ്കിൽ മിക്ക ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സിനെയാണ് എടുക്കുന്നത്. അസിസ്റ്റന്റ് നേഴ്സുമാരെ ഒരു GNM ആണെന്നെങ്കിൽ ഈ പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് ആരും എടുക്കത്തില്ല. അതിന് പകരം ഇവിടെ UAEയിലാണെന്നുണ്ടെങ്കിൽ ഒരു കോഴ്സുണ്ട്, അത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അസിസ്റ്റന്റ് നേഴ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ UAEയിലെ പ്രൈവറ്റ് സെക്ടേഴ്സിൽ നടത്തി വരുന്നതായിട്ടുള്ള ഒരു കോഴ്സുണ്ട്. അത് 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഉള്ള ഒരു കോഴ്സാണ്. ഓക്കെ, ആ കോഴ്സ് പഠിച്ചിട്ട് വരുന്ന മിക്ക ആൾക്കാരെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്നുള്ള കാറ്റഗറിയിലോട്ട് എടുത്തു വെക്കാറുണ്ട്. നാട്ടിൽ നിന്ന് ഉള്ള കോഴ്സ്, ഇനി നാട്ടിൽ കുറേ കോഴ്സുകളുണ്ട്. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്, പിന്നെ ആണെങ്കിൽ GDA ജനറൽ നേഴ്സിംഗ് അസിസ്റ്റന്റോ അങ്ങനെ അത് പറയുന്ന സംഭവം. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയും നിങ്ങൾ നാട്ടിൽ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് UAEയിൽ വന്നിട്ടാണെങ്കിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ അസിസ്റ്റന്റ് നേഴ്സ് എന്നുള്ളൊരു ഈ എലിജിബിലിറ്റി ലെറ്റർ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ സാധനം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വരാം, എങ്ങനെയെങ്കിലും ഒരു ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറി ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഹോം കെയർ കയറി വർക്ക് ചെയ്യാന്നല്ലാതെ നിങ്ങൾ സർട്ടിഫൈഡ് ആയിരിക്കത്തില്ല ഇവിടെ. ഓക്കെ, നിങ്ങൾ ഇവിടെ സർട്ടിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്നെങ്കിൽ ANM അല്ലെങ്കിൽ GNM എടുത്തിട്ട് വരണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ നേഴ്സിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. പക്ഷേ അതിനേക്കാളും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി മെനക്കെട്ട് കഴിഞ്ഞാൽ BSc നേഴ്സായിട്ട് വന്ന് നേഴ്സായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനി ഇവിടെ വന്നിട്ട് ആ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ആണ്. ഏകദേശം 7,000 dirhamsോളം നിങ്ങൾക്ക് ചാർജ് വരും ആ 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് BSc നേഴ്സിംഗ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് ഈ കോഴ്സ് ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തത്. പക്ഷേ ഞാൻ ചെയ്യാൻ പറ്റുന്ന കുറേ കോഴ്സ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം.